ഹായ്, ഇക്ബാലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു യാത്രയിലാട്ടാ. പുതിയ യാത്ര എന്നല്ല, ചെറിയൊരു ഷോർട്ട് ട്രിപ്പാണ്. ഫാമിലി ആയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരേ നിർബന്ധം, ഇങ്ങനെ വീക്കെൻഡ് ആയത് സ്കൂളില്ലാത്ത ദിവസമല്ലേ, അപ്പോൾ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോവാന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ മലയിൽ എന്ന് പറഞ്ഞ ഒരു ഫാം ഹൗസ് ഒക്കെ ഉണ്ട്. പാങ്ങ് ഭാഗത്താണ്. കോട്ടക്കുന്ന് നമ്മൾ പെരിന്തൽമണ്ണ റൂട്ടിൽ പോയിട്ട് ഏകദേശം ചട്ടിപ്പറമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. നമ്മൾ പോയിട്ടില്ല, അപ്പോൾ ഒന്ന് അങ്ങോട്ടേക്കുള്ള പോക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളെ കാണാം. പിന്നെ നമ്മുടെ കൂടെ വാബുണ്ട്, നമ്മളെല്ലാ വീഡിയോയിലും ഉണ്ടാകണ വാബുണ്ടല്ലോ, അവനും ഫാമിലി ഉണ്ട്. അപ്പൊ അവര് കോട്ടക്കൽ ഭാഗത്തുനിന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലു ബാക്കിലുണ്ട്, പിന്നെ ഭാര്യയാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഷെയ്സ് മുന്നിൽ ഇരിക്കുന്നുണ്ട്. സമയം ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി തുടങ്ങിട്ടാ. അപ്പോൾ നമുക്ക് പോകുമ്പോഴുള്ള കാഴ്ച, പോകുമ്പോൾ പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ല. നമുക്ക് മലയിൽ ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലപ്പുറം ജില്ലക്കാർക്ക് ഒരു വീക്കെൻഡൊക്കെ ചെലവഴിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. കുറെ ചിൽഡ്രൻസ് പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ച കാണാം. ഓക്കെ. അല്ലുതാ ബാക്കിലുണ്ട്. പിന്നെ അപ്പോൾ ഞങ്ങൾ ഏകദേശം കോട്ടകളൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓടി വന്ന് ഇപ്പോൾ മലയിൽ ഫാം ഹൗസിൻ്റെ ആ ഒരു കവാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഗേറ്റാണ് മുന്നിൽ കാണുന്നത്. മലയിൽ ഫാം ഹൗസ് എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ആർച്ചൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഉള്ളിലേക്ക് കയറ്റി ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തു കേട്ടോ. കുറച്ച് വാഹനങ്ങളൊക്കെ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ട്, വലിയൊരു തിരക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മലയിൽ ഫാം ഹൗസൊക്കെ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറാണ് ഈ ഭാഗത്തുള്ളത്. ബാബും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്, വൈകുന്നേരം ജോയിൻ ചെയ്താണ് അവരൊക്കെ. കൺവെൻഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് 100 രൂപ കേട്ടോ. 5 വയസ്സിന് മുകളിൽ 100 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 5 ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല വിശാലമായിട്ടുള്ളൊരു ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ഭാഗത്ത് മലയിൽ റിസോർട്ട് ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്നാൽ പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയാ, അവിടെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഇതിനോട് 100 റുപ്യാണ് ടിക്കറ്റ് ചാർജ്. ഒരു മുതിർന്ന ആൾക്ക് 100 റുപ്യ കൊടുത്താൽ ഉള്ളിലേക്ക് കയറാം. കുതിര സവാരിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, സൗജന്യമാണ്. പക്ഷെ കുതിരനെ അവിടെ കാണുന്നില്ല, വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പ്രയർ ഹാളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആ ഫോട്ടോ എടുത്ത ആ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയാൽ ഇതുപോലെ ഒരു ആർച്ച് ഉണ്ട്, മരങ്ങളായിട്ടൊക്കെ ഒരു ആർച്ച് ഉണ്ടാക്കി. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതിന് എക്സ്ട്രാ പേ ചെയ്യണം തോന്നുന്നു കേട്ടോ. ഷൈസോ ഇത് ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് ആട്ടാ. കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ഫ്രീ ആണ്. നമുക്ക് 100 റുപ്യ ടിക്കറ്റ് എടുത്താൽ എല്ലാം ഫ്രീ ആണ്. പിന്നെ എക്സ്ട്രാ പേയ്മെന്റുകളൊന്നുമില്ല. സ്വിമ്മിംഗ് പൂള് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 100 റുപ്യാന്ന് അവിടെ ബോർഡുണ്ട്. പിന്നുള്ളതൊക്കെ ഫ്രീ ആണ്. പിന്നെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ ഇങ്ങനെ ഒരു പ്ലേ സ്ഥലത്തോട്ടാ.
ഇവിടെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട്. പിന്നെ കുറേ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും. പിന്നെ അതുപോലെ ഓരോ ടാസ്കുകൾ ചെയ്യാനുള്ള ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ചെയ്യാം. പിന്നെ നല്ലൊരു വൈബാണ്. ഇങ്ങനെ ഒരു വൈകുന്നേര സമയമൊക്കെ ആണെങ്കിൽ നല്ലൊരു വൈബ് ചെയ്യാം. നമുക്കിങ്ങനെ ഒരുപാട് ഇരുന്നിട്ട് ഫാമിലിയോട് ഒപ്പൊക്കെ ഇരുന്ന് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫാം ഹൗസാണ് ഈ മലയിൽ ഫാം ഹൗസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ടീ ഷോപ്പുകളും അതുപോലെ മറ്റുള്ള സ്നാക്സൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു ടാസ്ക് ചെയ്യുന്ന ഒരു ഇതിൽ കയറിയതാണ്. നല്ല രസമാണ്, മുതിർന്നവർക്കൊക്കെ ചെയ്യാം. നമുക്കൊരു എന്താ പറയുക, കുറേ ജോലി തിരക്കുകൾക്കിടയിൽ ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ലഭിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. അപ്പോൾ ഒഴിവുള്ളവരെ ഇവിടെയൊക്കെ വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ നോക്കുക കുടുംബത്തോടൊപ്പം. അപ്പോൾ ഈ പ്ലേ ഗ്രൗണ്ടിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വന്നാൽ മലയിൽ ഗ്രൂപ്പിൻ്റെ റിസോർട്ടുകൾ കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള റൂമുകളാണ്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്തേക്ക് ഇങ്ങനെ പനകളൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ വന്ന ആ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ, ഒരു പൂമ്പാറ്റിൻ്റെ ആകൃതിയുള്ള ആ ഒരു ഭാഗത്തുള്ളത്. നമ്മളിപ്പോൾ ഈ പ്രെയർ ഹാളിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അതാ ഇവിടെ കുതിര സവാരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുതിരനെ കൊടുന്നിട്ട് ഒരു ഫാമിലിനായിട്ട് ഇങ്ങനെ ഒരു 1-2 റൗണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഫ്രീ ആണ് കേട്ടോ, സൗജന്യമായിട്ടാണ് ഈ ഒരു കുതിര സവാരി. അപ്പോൾ ഇവിടുത്തെ മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ് എടുത്താൽ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഫ്രീ ആണ്. പിന്നെ സ്വിമ്മിംഗ് പൂൾക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ട്. അത് ഈ റിസോർട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും കൂടി ഉള്ളൊരു സംഗതി ആയതുകൊണ്ടാണ് തോന്നുന്നത് അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്ന് നമുക്കിങ്ങനെ ചില്ല് ചെയ്യാം, നല്ല വൈബുള്ളൊരു ഭാഗമാണ്. അല്ലൊക്കെ നല്ല എൻജോയ് ചെയ്യാം കേട്ടോ. ഫുൾ ആക്ടിവിറ്റീസ് അവൻ ചെയ്യുന്നുണ്ട്. അവന് ഭയങ്കര ഹാപ്പി ആകും. ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തേക്ക് കയറിയാൽ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. നല്ല ഹൈറ്റിലുള്ളൊരു വാച്ച് ടവറാണ്.
ഇവിടെ ഇതിൻ്റെ ഒരു മുന്നറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ 10ൽ കൂടുതൽ ആളുകൾ ഇതിന്മേൽ കയറരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയിട്ടാണ്. അപ്പം അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണത്. ഒരുപാട് ഏരിയ വൈഡായിട്ട് ഇങ്ങനെ കാണാൻ കഴിയും. ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ തെങ്ങും തോപ്പുകളൊക്കെ ഇങ്ങനെ കാണാം. നല്ല മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ഭാഗങ്ങളാണ് ഇതിൻ്റെ 4 ഭാഗവും. ഇവിടുന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിത് ഈ ഒരു പാർക്കിൻ്റെ ഒരു ഓവറോൾ വ്യൂ കാണാൻ കഴിയും. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഇങ്ങനെ ഏകദേശം സമയം ഒരു 5 മണിക്കായി തുടങ്ങി. ആളുകളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞ് വരികയാണ്. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വാച്ച് ടവറിന്ന് താഴ്ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ മുകൾക്ക് ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട്. 10ൽ കൂടുതൽ ആളുകൾ കയറാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശമുണ്ട്. എന്നാലും പിന്നെ ഇങ്ങനെ ആളുകൾ കയറുന്നുണ്ട്. പക്ഷേ നല്ല ബലമുള്ള ഒരു വാച്ച് ടവറാണിത്. അങ്ങനെ ഞങ്ങൾ താഴ്ഭാഗത്തെത്തി. ഇവിടെ കുറേ ഊഞ്ഞാലുകൾ, നമുക്ക് കുടുംബത്തോടൊപ്പം ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടാം. അങ്ങനെ പല സംഗതികളും സംസാരിച്ച് എൻജോയ് ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് ഉള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം. എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ എൻജോയ്മെൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് വന്നാൽ ഇവിടെ നല്ലൊരു ഫ്രെയിമുണ്ട്. കപ്പിൾസിനൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഫ്രെയിമുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് നോക്കിയാൽ വേറെ എൻജോയ്മെൻറ്റുകൾ കുറേ ഉണ്ട്. പിന്നെ അവിടെ ചെറിയൊരു വാച്ച് ടവർ വേറെ ഉണ്ട്. ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. എത്ര ആളുകൾ വന്നാലും നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ കഴിയും. അത്രക്ക് വൈഡായിട്ടുള്ള ഏരിയ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മുകളിലത്തെ ഈ ഒരു ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണിത്. താഴ്ഭാഗത്തൊക്കെ ഒരുപാട് റൈഡുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 രൂപക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഒന്നിനും വേറെ എക്സ്ട്രാ ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ രാത്രിയൊക്കെ ഇതുപോലെ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ പിഞ്ചു മക്കൾക്കൊക്കെ ആ സ്റ്റേജിൽ നിന്നിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കാം. അങ്ങനെ സമയം ഏകദേശം രാത്രി 8 മണിയൊക്കെ ആയിട്ടാ. അപ്പോൾ ഞങ്ങൾ ഈ മലയിൽ ഫാമിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്തു. ഇനി എന്തായാലും നമുക്ക് അടുത്ത കിടിലൻ എപ്പിസോഡിൽ നല്ല അടിപൊളി വീഡിയോസായിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബായ്.